The Clinical Pen by Farha. ഫാർമസി റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഫർഹ. നിങ്ങളിപ്പോൾ കാണുന്നത് ദി ക്ലിനിക്കൽ പെൻ ബൈ ഫർഹ എന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ്. ഇന്ന് നമുക്ക് ഏറെ ആളുകൾക്ക് സംശയമുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ജനറിക് ആൻഡ് ദി ബ്രാൻഡഡ് മെഡിസിൻസ്. ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുക. അതെ, ഒരേ അസുഖത്തിന് രണ്ട് മരുന്നുകൾ. ഒന്ന് വളരെ വില കൂടുതലുള്ളതും മറ്റൊന്ന് വളരെ വിലക്കുറവുള്ളതുമായിരിക്കും. അതും ഒരേ ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ച്. അതെങ്ങനെ സാധ്യമാകുന്നു? നമുക്ക് നോക്കാം. ബ്രാൻഡഡ് വേഴ്സസ് ജനറിക്. അതെ, നമുക്കിനി ജനറിക് മരുന്ന് എന്താണെന്ന് ആദ്യം നോക്കാം. ജനറിക് മരുന്ന് ഒരു കമ്പനി മരുന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് പാറ്റന്റ് എടുക്കും. ഈ പാറ്റന്റ് കാലാവധി കഴിയുമ്പോൾ മറ്റു കമ്പനികൾ അതേ ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ച് മരുന്നുകൾ നിർമ്മിക്കുന്നു. ഇത് സെയിം ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിരിക്കും, ഡോസേജ് സെയിം ആയിരിക്കും, സ്ട്രെങ്ത് സെയിം ആയിരിക്കും, പക്ഷേ ലുക്ക് ഡിഫറെന്റ് ആയിരിക്കും, പ്രൈസ് വളരെ കുറവായിരിക്കും. അടുത്തത് ബ്രാൻഡഡ് മെഡിസിൻ. പാറ്റന്റ് ഉള്ള സമയത്ത് മരുന്ന് നിർമ്മിക്കുന്ന കമ്പനി അത് സ്വന്തം ബ്രാൻഡ് നാമത്തിലായിരിക്കും വിൽക്കുക. ഉദാഹരണം ഡോളോ. ഈ ബ്രാൻഡഡ് മെഡിസിൻസിന് റിസർച്ചിനായിട്ടും ഡെവലപ്മെന്റിനായിട്ടും ഒരുപാട് കാശ് മുടങ്ങും. അതുകൊണ്ട് തന്നെ അത് ജനറിക് മരുന്നിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. എന്താണ് പാറ്റന്റ്? പുതുതായി ഇറക്കുന്ന മരുന്നിന്റെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു നിശ്ചിത ഉടമ്പടിയാണ് പാറ്റന്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇതിലടങ്ങിയിരിക്കുന്ന ഇനാക്റ്റീവ് ഇൻഗ്രീഡിയന്റ് വ്യത്യസ്തമായിരിക്കും. വിലയിലും പേരിലും ഉള്ളതാണ് പിന്നെയുള്ള വ്യത്യാസം. ജനറിക് മരുന്ന് ചീപ്പ് ആവാനുള്ള കാരണം: ഹെവി അഡ്വർടൈസ്മെന്റ് വേണ്ട, ബ്രാൻഡ് നെയിം ഇല്ല, സിമ്പിൾ പാക്കേജിംഗ്. ഇനി നമുക്ക് ജനറിക് മരുന്ന് സേഫ് ആണെന്ന് നോക്കാം. അതെ, ലൈസൻസ്ഡ് മാനുഫാക്ചർ, ഡ്രഗ് കൺട്രോൾ അപ്രൂവല്, പിന്നെ സ്റ്റോർഡ് പ്രോപ്പർലി. ഇങ്ങനെയാണെങ്കിൽ അത് സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിരിക്കും. ഡോക്ടേഴ്സ് എന്തുകൊണ്ട് എഴുതുന്നു? മാനുഫാക്ചറോടുള്ള ട്രസ്റ്റും പിന്നെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ സപ്പോർട്ടും. ജനറിക് മെഡിസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ മാനുഫാക്ചർ നെയിം, ബാച്ച് നമ്പർ ആൻഡ് എക്സ്പയറി ഡേറ്റ്, പ്രോപ്പർ പാക്കേജിംഗ് ആൻഡ് ലാബലിംഗ് ആൻഡ് റെപ്യൂട്ടഡ് ഫാർമസിയിൽ നിന്നും വാങ്ങുക. അൺലൈസൻസ്ഡ് ആൻഡ് അൺലോൺഡ് ലോക്കൽ പ്രോഡക്ട്സ് വാങ്ങരുത്. നെക്സ്റ്റ് ടൈം ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ജനറിക് മെഡിസിൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ പേടി വേണ്ട. ഇൻഗ്രീഡിയൻസും ഡോസും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫോർ മോർ വീഡിയോസ്, ഫാർമസി ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി ദി ക്ലിനിക്കൽ പെൻ ബൈ ഫർഹ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.